പ്രിയപ്പെട്ടവരെ, എസ് മുരളി ബ്ലോഗ്സിൻ്റെ സിനിമ റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ രേഖാചിത്രം എന്ന ആസിഫ് അലിയുടെ ഇന്ന് റിലീസായ സിനിമയെക്കുറിച്ചാണ്. കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം ആസിഫ് അലി പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രമാണ് രേഖാചിത്രം. ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് വേണു കുന്നപ്പള്ളി നിർമ്മിച്ച ഈ സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത് രാമു സുനിലും ജോൺ മാന്ത്രിക്കലും കൂടി ചേർന്നാണ്. ഇതിൻ്റെ മ്യൂസിക് മുജീബ് മജീദും DOP അപ്പു പ്രഭാകറും എഡിറ്റിംഗ് ഷമീർ മുഹമ്മദുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ മ്യൂസിക് വിഭാഗം ഈ സിനിമയുടെ ഓരോ സീൻ എലിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വളരെ നന്നായി പണിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ആ സിനിമയിൽ കാണാനുമുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മിസ്റ്ററി വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രം ആദ്യാവസാനം നന്നായി എൻഗേജ് ചെയ്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടി ഇതിൻ്റെ തിരക്കഥാകൃത്തുക്കളും നന്നായി അതിൻ്റെ തിരക്കഥയിൽ പണിയെടുത്തിട്ടുണ്ട്. ഒരു കൊലപാതകം പോലീസിനുമേൽ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പ്രധാനമായും കൊല്ലപ്പെട്ട ആൾ എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്, എന്താണ് അതിൻ്റെ മോട്ടീവ്. ഈ ചിത്രത്തിലെ കൊലപാതകം എന്ന് പറയുന്നത് 1985 കാലഘട്ടത്തിൽ നടന്നൊരു കൊലപാതകമാണ്. ആ കൊലപാതകത്തിൻ്റെ സൂചന എന്ന് പറയുന്നത് ആ കൊലപാതകത്തിൽ ഉൾപ്പെട്ട ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലാണ്. എന്നാൽ വെളിപ്പെടുത്തിയ ആൾ മരണമടയുന്നതോടുകൂടി പോലീസിൻ്റെ മുന്നിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. വെളിപ്പെടുത്തിയ ആൾ തങ്ങൾ ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചുമൂടി എന്നാണ് വെളിപ്പെടുത്തുന്നത്. ആരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തുന്നുമില്ല. 1985 നടന്ന കൊലപാതകം എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടനവധി സങ്കീർണതകൾ ഇതിൻ്റെ അന്വേഷണത്തിൽ പോലീസ് നേരിടുന്നുണ്ട്. ആ സങ്കീർണത പ്രേക്ഷകരിലേക്കും സന്നിവേശിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ തിരക്കഥയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മറ്റൊന്ന് ഇതിൻ്റെ കഥയാണ്. ഈ കഥ ഒരു 1985 കാലഘട്ടത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുമായി കണക്ട് ചെയ്തു വരുന്നത് കൊണ്ട് തന്നെ ആ കഥയ്ക്ക് ഒരു പുതുമയുണ്ട് എന്ന് പറയാതെ വയ്യ. ഒട്ടനവധി താരങ്ങളാണ് ഈ ചിത്രത്തിൽ അണിനിരന്നിട്ടുള്ളത്. ആസിഫ് അലിയെ കൂടാതെ അനശ്വര രാജൻ, മനോജ് KJN, ഹരിശ്രീ അശോകൻ, സിദ്ദിഖ്, നിഷാന്ത് സാഗർ, ശ്രീകാന്ത് മുരളി, ഭാമ അരുൺ, വിജയ് മേനോൻ, മേഘ തോമസ്, സറിൻ ഷിഹാദ്, അങ്ങനെ ഒട്ടനവധി താരങ്ങൾ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത് ആസിഫ് അലി തന്നെയാണ്. ആസിഫ് അലിയെ കൂടാതെ മറ്റൊരു കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത് നായികയായ അനശ്വര രാജനാണ്. ആസിഫ് അലിയും അനശ്വര രാജനും മികച്ച അഭിനേതാക്കളാണെന്ന് ഈ ചിത്രം അടിവരയിട്ട് പറയുന്നുണ്ട്. കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം ആസിഫ് അലി പോലീസ് വേഷത്തിലെത്തുന്ന ഈ ചിത്രം അതുകൊണ്ട് തന്നെ കിഷ്കിന്ധാകാന്ഡത്തിന് മേളിലോട്ട് താഴോട്ട് പോകാതെ ഒരു സ്ഥിരത കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന കാര്യം തർക്കമറ്റ വസ്തുതയാണ്. അനശ്വര രാജൻ താനൊരു മികച്ച നടി ആണെന്ന് ഈ ചിത്രത്തിലൂടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ചിത്രത്തിൽ വന്നു പോകുന്ന ഒട്ടനവധി സർപ്രൈസ് എൻട്രികളാണ്. അതായത് സർപ്രൈസായിട്ട് വന്നു പോകുന്ന നടന്മാരും നടികളുമാണ്. അതിൽ സായ് കുമാർ, ഇന്ദ്രൻസ്, TG രവി, ശ്രീജിത്ത് രവി, ജഗദീഷ്, ഷൈജു ശ്രീധർ, പോളി വിൽസൺ, പ്രിയങ്ക, നന്ദു, സുധി കോപ്പ, അങ്ങനെയുള്ള താരങ്ങൾ ഈ ചിത്രത്തിൽ വന്നുപോയി മിന്നിമറഞ്ഞില്ല 1-2 സീനുകളിൽ വന്നുപോയി മികച്ച അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. ഈ ചിത്രത്തിൻ്റെ
മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1985 ഇറങ്ങിയ ഒരു സിനിമയുമായി ഇതിൻ്റെ കഥയ്ക്ക് സാമ്യപ്പെടുത്തിയാണ് ഇതിൻ്റെ കഥ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ മമ്മൂട്ടി ഈ ചിത്രത്തിലെ ഒരു കഥാപാത്രമായി നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്നുണ്ട്. അതൊരു പുതുമയുള്ള കഥാപാത്ര അവതരണമായിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായും ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ കരിയർ ഗ്രാഫ് കുത്തനെ ഉയർത്തുന്നതിന് പര്യാപ്തമായ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് ഇതിലെ വിവേക് ഗോപിനാഥ് എന്നുള്ള സർക്കിൾ ഇൻസ്പെക്ടറുടെ കഥാപാത്രം. ആസിഫ് അലിയുടെ ഒപ്പം തന്നെയാണ് നിശാന്ത് സാഗറിനും ഈ ചിത്രത്തിൽ തൻ്റേതായിട്ടുള്ള ഒരു റോൾ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അനശ്വര രാജൻ തീർച്ചയായിട്ടും ഈ റോളിന് കാസ്റ്റ് ചെയ്യാൻ പറ്റിയ നടി തന്നെയാണെന്ന് ഈ ചിത്രം അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സിനിമ അതിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലെത്തുന്നത് അതിൻ്റെ ക്ലൈമാക്സിലാണ്. ഈ ചിത്രത്തിൻ്റെ ക്ലൈമാക്സ് ഏറ്റവും മനോഹരമാണെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആസിഫ് അലിയെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ സംവിധായകനായ ജോഫിൻ ടി ചാക്കോയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അഭിമാനിക്കാൻ കഴിയുന്ന മികച്ചൊരു ചിത്രമായി നമുക്ക് ഈ ചിത്രത്തെ വിലയിരുത്താൻ കഴിയും. ആസിഫ് അലി ഈ വർഷം മികച്ച കഥാപാത്രങ്ങളുമായി വേറെയും ചിത്രങ്ങളുമായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ചിത്രം അതിനൊരു തുടക്കമാകുമെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ ആരെങ്കിലും ഈ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ചിത്രത്തിൻ്റെ അഭിപ്രായത്തെ കുറിച്ച് കമൻറ്റ് ചെയ്യണമെന്ന് ആശിച്ചുകൊണ്ട്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.